സദ്യയും മീനും ഇറച്ചിയൊക്കെ കഴിച്ച് മടുത്ത് മടുത്ത് അവസാനം വയറും നാക്കും മനസ്സും ഒരേപോലെ മരവിച്ചപ്പോ രാത്രി ആയപ്പോഴത്തേക്ക് എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് കഴിക്കാൻ തോന്നി. അങ്ങനെ നട്ടാപ്പാതിരാക്കി ഞങ്ങൾ മൂന്നുപേരും കൂടെ അങ്ങ് അടുക്കളയിലോട്ട് കയറി. അപ്പൊ ഇന്നത്തെ നമ്മുടെ താരം ഇവനാണ് ഗൈസ്. ഉണക്കമീൻ. ആഹാ, എന്ത് നല്ല മണം. പിന്നെ ഒന്നും നോക്കിയില്ല, ആളെണ്ണി 6 പേർക്ക് 6 എണ്ണം വീതം എടുത്ത് അങ്ങോട്ട് വീശി. കുറച്ച് റിച്ച് ആയിക്കോട്ടെ, ഇപ്പൊ ഉണക്കമീനൊക്കെ എന്താ ഡിമാൻഡ്. അപ്പോഴത്തേക്കും അമ്മയുടെ വക നല്ല അടിപൊളി ഓട്ടരസം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഈ ഓട്ടരസം എന്ന് പറയുന്നത് രസത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള പേരൊന്നുമല്ല. ഈ ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കട്ടിക്കൂട്ടി രസം വെക്കുമല്ലോ, അതിനാണ് ഞങ്ങൾ ഓട്ടരസം എന്ന് പറയുന്നത്. എന്റെ വീട്ടിലെ ആസ്ഥാന മീൻ കണ്ടിപ്പുകാരി എന്റെ നാത്തൂനാണ് കേട്ടോ. മീൻ വാങ്ങിക്കൊണ്ട് വരുന്നത് മാത്രമേ അമ്മയ്ക്ക് ഓർമ്മ കാണത്തുള്ളൂ. പിന്നെ ആ സാധനത്തിനെ കാണാൻ കിട്ടത്തില്ല. അപ്പോഴെടുത്തുകൊണ്ട് വൃത്തിയാക്കും. മൊത്തത്തിൽ പറഞ്ഞ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്തോ പറയാനാ, വളർത്തുദോഷം അല്ലാതെന്താ. നല്ല ഉണക്കമീൻ വറുത്തതും സവാളയും പച്ചമുളകും വയറ്റിയതും രസവും ചമ്മന്തിയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചോറ് തിന്നാൻ തോന്നിയില്ല. പകരം പഴങ്കഞ്ഞി മതിയെന്നായി. പക്ഷെ പഴങ്കഞ്ഞി ഇല്ലാത്തോണ്ട് അവസാനം പുതിയ കഞ്ഞിയിൽ എല്ലാം കൂടെ കലക്കി ഒരു കുടി കുടിച്ചു. അപ്പൊ ഓക്കെ, ബൈ.